ഹലോ നമസ്കാരം. ഞാനിന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാട്ടോ കാണിക്കുന്നത്. ഉള്ളി സാമ്പാറാണ് കേട്ടോ. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാട്ടോ ഇത് ഉള്ളി സാമ്പാർ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെന്താ വേണ്ടതെന്ന്. ഞാനിവിടെ പീസ് പരിപ്പാണ് എടുക്കുന്നത്. ഒരു അരക്കപ്പ് പീസ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പീസ് പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് കുറച്ച് അധികം ഇടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് പരിപ്പ് കുറച്ചധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പരിപ്പ് കഴുകി വൃത്തിയാക്കി ഇതാ കുക്കറിൽ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി പരിപ്പിൻ്റെ കൂടെ തന്നെ ഒരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 ചെറിയ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ചേർക്കണം ഈ കൂട്ടത്തിൽ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, പഴുത്ത തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. 2 വിസിൽ അടിച്ചാൽ മതിയാവും കേട്ടോ കുക്കറിൽ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇതായി കഴിയുമ്പോഴത്തേനും വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീടും വെള്ളം ആവശ്യം വരും. ഇപ്പം എന്തായാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു 2 വിസിലിന് ശേഷം അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ആ പരിപ്പും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറുകി തന്നെ ഇരിക്കണം കേട്ടോ സാമ്പാർ. അതുപോലെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി, വാളംപുളി ആട്ടോ സാമ്പാറിൽ യൂസ് ചെയ്യണത്. അപ്പോൾ അതെടുത്ത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തേക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊന്ന് വറുത്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ. 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ ഒരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടി ആട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പൊടികൾ ഒരു 2 മിനിറ്റ് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതായത് ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പൊടികൾ മിക്സ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എത്ര സാമ്പാർ വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ഒന്നുകൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് താളിച്ചിടാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് താളിക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഉലുവ പൊട്ടി കഴിയുമ്പോഴത്തേനും അതിലേക്ക് വറ്റൽമുളക്, 2 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിയിച്ചെടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉണക്കമുളകൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഈ ഒരു പാകമാകുമ്പോഴേക്കും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ സാമ്പാർ. ഇതിൽ ഉള്ളിയും പരിപ്പും മാത്രമുള്ളതെന്ന് കരുതി ടേസ്റ്റ് ഇല്ലാന്ന് വിചാരിക്കരുത്. നല്ല അട്ടാറ് ടേസ്റ്റ് ആയിട്ട് സാധനത്തിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്